നമസ്കാരം. വടകരയിൽ കാരവനിൽ യുവാക്കൾ മരണപ്പെട്ടത് കാർബൺ മോണോക്സൈഡ് കാരണമെന്ന് സ്ഥിരീകരണം. കോഴിക്കോട് NIT വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിൽ പടർന്ന കാർബൺ മോണോക്സൈഡാണ് മരണകാരണമായതെന്ന് കണ്ടെത്തിയത്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നാണ് വിഷവാതകം അകത്തേക്ക് വമിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴിയാണ് വാതകം കാരവനകത്തെത്തിയത്. 2 മണിക്കൂറിനകം 957 ppm അളവ് കാർബൺ മോണോക്സൈഡാണ് പടർന്നത് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. മരിച്ച നിലയിൽ കണ്ടെത്തിയ 2 പേരുടെയും ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് അമിത അളവിൽ പ്രവേശിച്ചതായിട്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത്. മലപ്പുറം എടപ്പാളിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലെ ജീവനക്കാരായ മനോജ്, ജോയൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ദേശീയപാതയോരത്ത് കാരവനിൽ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ് മനോജ്. ജോയൽ കണ്ണൂർ പറശ്ശേരി സ്വദേശി. കുന്നംകുളത്തുകാരായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനായി കാരവനിൽ കണ്ണൂരിലെത്തിച്ചിരുന്നു. ശേഷം അന്ന് രാത്രി 11:30 ജോയലും മനോജും കണ്ണൂരിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. 12:30 കരിമ്പനപ്പാലത്ത് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത്. കാരവൻ മലപ്പുറത്ത് എത്താതിരുന്നതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരുന്നതായി GPS-ന്റെ സഹായത്തോടെ കണ്ടെത്തിയത്. പിന്നാലെ പ്രദേശവാസികളിൽ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കാരവന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർന്നായിരുന്നു മനോജിന്റെ മൃതദേഹം കിടന്നിരുന്നത്. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോലും ഉണ്ടായിരുന്നു.